ആദ്യം ശ്രീ വിനോദ് മാത്യു വിൽസൺ, ഇത് ആം ആദ്മി പാർട്ടി പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയാണല്ലോ. ഇ ഡി പലതവണ സമൻസ് അയച്ചിരുന്നു അരവിന്ദ് കെജ്രിവാളിന്, പക്ഷേ അദ്ദേഹം ഹാജരായിരുന്നില്ല. പക്ഷേ ഒടുവിൽ കോടതി ആം ആദ്മി പാർട്ടിയെ സഹായിച്ചില്ല. അവസാനം ഇ ഡിക്ക് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുവാനും കഴിഞ്ഞു. പക്ഷെ ഇവിടെ ഇ ഡി നിരത്തുന്ന വാദങ്ങൾ അത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഉണ്ടല്ലോ. അവിടെ ഒരു വലിയ കോഴ ഇടപാടിന്റെ കഥകളാണല്ലോ ഇ ഡി പറയുന്നത്. അത് ഗോവ തെരഞ്ഞെടുപ്പിലും പഞ്ചാബ് തെരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടി ഉപയോഗിച്ചുവെന്നും. അല്ല, ആദ്യമേ തന്നെ പറയട്ടെ ശ്രീ മഞ്ജുഷ്, അങ്ങയുടെ ചില പരാമർശങ്ങൾ തുടങ്ങിയപ്പോൾ ചില പരാമർശങ്ങളോടുള്ള വിയോജിപ്പോട് കൂടി മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ. ശബ്ദം പോയിരിക്കുകയാണ് രാവിലെയുള്ള പ്രതിഷേധത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട്. ഒന്ന്, അദ്ദേഹത്തെ വലയിലാക്കാൻ എന്താ മീനൊന്നുമല്ല. അദ്ദേഹം ഡൽഹിയുടെ വഴിത്താരകളിൽ രാവിലെ നടക്കുന്ന മനുഷ്യനാണ്. ഇന്ന് അദ്ദേഹം പോയ കാഴ്ച കണ്ടില്ലേ? നിങ്ങൾ ഈ പറയുന്ന 58 ഇഞ്ചിൻ്റെ വലിപ്പമൊന്നും ഇല്ലാത്ത കമാൻഡോസിൻ്റെ പുറകെ അല്ലെങ്കിൽ ഇടയിൽ നടക്കാത്ത ഒരു സാധാരണ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വസതിയിലുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വലയിലാക്കിയ, ഞാൻ പറയാം, അങ്ങനെ വലയിലാക്കുകയാണെങ്കിൽ നീരവ് വിജയ് മല്യയെ വലയിലാക്കാൻ എന്തേ പറ്റാതിരുന്നത്? എന്നാണ് നീരവ് മോദിയെ വലയിലാക്കാൻ പറ്റാതിരുന്നത്? എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ തൊട്ട് മുമ്പ്, ഞങ്ങൾ ഇപ്പോഴും രാഷ്ട്രീയമായി ആരോപിക്കുന്നു, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ തൊട്ട് മുമ്പ് ജനങ്ങളെ കബളിപ്പിക്കാനുണ്ടാക്കിയെന്ന് ഇപ്പോഴും പൊതുസമൂഹത്തിൽ ആരോപണമുള്ള പുൽവാമ ആക്രമണത്തിലെ പ്രതികളെ അതുമായി ബന്ധപ്പെട്ടവരെ വലയിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വലയിലാക്കുക എന്നൊക്കെ ഉള്ളത് വിട്ടേര്. പിന്നെ രാഷ്ട്രീയമായി സമൻസിൻ്റെ ഭാഗം, സമൻസിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? എന്നെ രാഷ്ട്രീയമായി വേട്ടയാടാൻ ശ്രമിക്കുന്നു. ലോക്സഭാ ഇലക്ഷൻ അടുത്തു വരുന്നു. ലോക്സഭാ ഇലക്ഷനിൽ മതേതര ഇന്ത്യ മുന്നണിയുടെ മുഖമായിട്ടുള്ള, കൃത്യമായി നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്ന, നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ആക്രമിക്കുന്ന, മതേതര ഇന്ത്യയുടെ രാജകുമാരൻ എന്ന് ഈ നാട്ടിലെ സകല മാധ്യമങ്ങളും പറയുന്ന അരവിന്ദ് കെജ്രിവാളിനെ മാറ്റി നിർത്തണം എന്ന് ഈ നാട്ടിലെ ഫാസിസ്റ്റ് ശക്തികൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ആഗ്രഹത്തിന് മുമ്പിൽ പിടികൊടുക്കാൻ, ആ ആഗ്രഹത്തിന് മുമ്പ് നിൽക്കാൻ എനിക്ക് തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സമൻസുമായി പ്രതികരിക്കാതിരുന്നത്. ഞങ്ങൾ കോടതിയുടെ ഒരു കാര്യം, ബി ജെ പിയുടെ കാര്യമാണല്ലോ പറയുന്നത്, ഈ ഫാസിസ്റ്റ് നീക്കത്തിന് അദ്ദേഹം പിടികൊടുക്കാൻ തയ്യാറായില്ല. പക്ഷേ ഈ കേസിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇത് ബി ജെ പി അല്ലല്ലോ ഇത് മുന്നോട്ട് വെച്ചത്. ഇത് കോൺഗ്രസിന്റെ ഒരു പ്ലോട്ട് അല്ലായിരുന്നോ? നിങ്ങൾ പ്ലോട്ടാണെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയായിരുന്നില്ലേ? കോൺഗ്രസ് അല്ലേ ഈ വിഷയം ആദ്യമായിട്ട് ഉന്നയിച്ചത്? എന്റെ ഓർമ്മ അങ്ങനെയാണ്. അല്ല, കോൺഗ്രസ് ഉന്നയിച്ചോ എന്നുള്ളതല്ല, ആവശ്യപ്പെട്ടത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം. കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ആ സമയത്ത് അഴിമതി രഹിത ഭരണത്തിനായി മുമ്പോട്ട് വന്ന ഒരു പാർട്ടി, അതുമായി ബന്ധപ്പെട്ട് അത്തരം ചർച്ചകൾ വരുന്നു, അധികാരത്തിലേക്ക് വരും. സ്വാഭാവികമായി ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇന്ത്യ മുന്നണിയിൽ സകല പാർട്ടികളും അരവിന്ദ് കെജ്രിവാൾ മുമ്പിൽ അണിനിരക്കുന്നതിന്റെ കാരണം എന്താണ്? അതിനൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആ ലക്ഷ്യം, നിലവിലത്തെ ശത്രു എന്ന് പറയുന്നത് മതേതരത്വത്തിന്റെ എല്ലാ സാധ്യതകളും ഇല്ലാതാക്കുന്ന, രാജ്യത്തെ പൗരന്മാരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്ന, രാജ്യത്തെ പൗരന്മാരെ നാടുകടത്താൻ ശ്രമിക്കുന്ന, വർഗീയമായി മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുമ്പോൾ ആ സമൂഹത്തിൽ നിന്ന് പൊരുതാൻ വേണ്ടിയുള്ള ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്ന മതേതര കക്ഷികൾ ഒരുമിച്ച് നിൽക്കുകയാണ്. അതിൽ കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ CPM എന്നോ ഞങ്ങൾ കൃത്യമായി കോൺഗ്രസ് ഈ വിഷയം കൊണ്ടുവന്നതിനെ ഇപ്പോൾ നിങ്ങൾ കുറ്റമായിട്ട് കാണുന്നില്ല എന്നാണോ പറയുന്നത്? ഇതേ കാര്യങ്ങളാണെന്ന് കോൺഗ്രസും പറഞ്ഞത്. കാരണം ഈ മദ്യക്കച്ചവടം സ്വകാര്യ ലോബിക്ക് കൊടുക്കുക വഴി വലിയൊരു അഴിമതി നടന്നു എന്നുള്ള കാര്യം കോൺഗ്രസ് ആണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ കോൺഗ്രസ് അന്ന് പറഞ്ഞത്, അതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ആ കോൺഗ്രസ് തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഒപ്പം നിൽക്കുകയാണ്. അഴിമതി ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ പബ്ലിക് ഡൊമൈനിൽ ഓരോ സാഹചര്യം ഉയർന്നു വന്നിട്ടില്ലേ? നമുക്കറിയാം 2G സ്പെക്ട്രം കേസ്. ആ കേസ് അന്ന് വന്ന സമയത്ത് നമുക്കറിയാം കോൺഗ്രസ് നേതാക്കന്മാരെ വേട്ടയാടി. പിന്നെ ആ കേസ് എങ്ങോട്ട് പോയി? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കേസിന്റെ അഴിമതി ആരോപണം ഉന്നയിക്കപ്പെടും കേസ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അതിനെതിരെ പൊരുതിയ ആൾ ആരാണെന്ന് ഒരു സംശയമില്ലല്ലോ. അഴിമതി ആരോപണത്തിന്റെ ഭാഗമായി നിന്നു. പബ്ലിക് ഡൊമൈനിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ നേരിടണം. പക്ഷെ ഇവിടെ എന്താ കേസ്? ഇവിടെ കേസ് പ്രൈമ ഫേസി കേസുണ്ടോ? ഇപ്പൊ കോടതിയിൽ വാദം നടക്കുകയാണ്. നമുക്കറിയാം, അന്വേഷണ ഏജൻസികളുടെ ഭാഗമായിട്ട് മാത്രമേ കോടതി നിൽക്കുകയുള്ളൂ. അന്വേഷണത്തിന്റെ ഭാഗമായി സഹകരിക്കാൻ കസ്റ്റഡിയൊക്കെ പോകും. ഞാൻ അതിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്താ കേസ്? 1 രൂപയുടെ പോലും, അതായത് ഒരു മനുഷ്യൻ, അവൻ ഇവിടെ ആരാ അപ്രൂവർ? ആരാ ഇവിടെ മാപ്പ് സാക്ഷി? ആരാ മാപ്പ് സാക്ഷി എന്ന് പറയുന്നത്? ഒരു പ്രതിയായ മനുഷ്യൻ. ഇവിടെ വേറെ തെളിവൊന്നുമില്ല. വാട്സപ്പിൽ ചാറ്റ് കണ്ടു എന്നാ പറയുന്നത്. 1 രൂപ പോലും അരവിന്ദ് കെജ്രിവാളിന്റെ കയ്യിൽ നിന്ന് കണ്ടെടുത്തിട്ടില്ല. ഈ വിജയ് നായരുമായിട്ട് ബന്ധമുണ്ടോ? എങ്ങനെയാണ്? വിജയ് നായർ ആരാണ്? അല്ല, വിജയ് നായർ എന്ന് പറയുന്ന വ്യക്തി പാർട്ടിയുമായി ബന്ധമുള്ള, ആ സമയത്ത് നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ആരൊക്കെ കടന്നു വരാറുണ്ട്. ഇവരുടെ മനോഗതിയൊക്കെ തുറന്നു നോക്കിയിട്ട് രാഷ്ട്രീയ പ്രവർത്തകർക്കോ നേതാക്കന്മാരോ ഇരിക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടുത്തെ പ്രധാന വിഷയം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സിസോദിയക്ക് ജാമ്യം കൊടുക്കാത്ത ഒരു വിഷയം കൂടിയില്ലേ? അല്ല, സിസോദിയക്ക്, അതാ ഞാൻ പറഞ്ഞത്, ഞാൻ അതിലേക്കാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കപ്പെടുന്നു? അതിന്റെ ഭാഗമായി നിലവിലുള്ളൊരു നിയമത്തെ, ഒരു
കരി നിയമത്തെ, ഒരു ഡ്രക്കോണിയൻ ലോയെ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായ വേട്ടയാണ്, പ്രതിപക്ഷ കക്ഷികളെ നിരന്തരമായ വേട്ടയാടുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഞങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ അഴിമതി ആരോപണമുണ്ട്, ആ ആരോപണം അവിടെ നിൽക്കട്ടെ. പക്ഷേ അതിന് കേജ്രിവാളിലേക്ക് എത്താനുള്ള തെളിവ് എന്താണ്? മനീഷ് സിസോദിയയിലേക്ക് എത്തിയ സമയത്ത് പറഞ്ഞു സിസോദിയയ്ക്ക് മാത്രമാണ് പങ്ക്. നമുക്കറിയാം 3 കഥകളായിരുന്നു വന്നത്. ചീഫ് സെക്രട്ടറി ഗവർണർ കൊടുത്ത പരാതിയിൽ എന്താ പറഞ്ഞത്? 580 കോടി രൂപയുടെ അഴിമതി വന്നു. ചീഫ് സെക്രട്ടറി ഗവർണർ CBI വിളിച്ചുകൊണ്ടു. CBI പറയുന്നു 144 കോടിയുടെ അഴിമതി എന്ന് പറയുന്നു. അവസാനം ED പറയുന്നു 100 കോടിയുടെ അഴിമതി എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയാൻ ആഗ്രഹം, 2023 അരവിന്ദ് കെജ്രിവാളിന്റെ ട്വീറ്റ് ഉണ്ടായിരുന്നു. ആ ട്വീറ്റ് ഇങ്ങനെയാണ്: മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു ട്വീറ്റ്. എന്തിനായിരുന്നു ട്വീറ്റ് ചെയ്തത് അറിയാമോ? അദ്ദേഹം ആ ട്വീറ്റ് ചെയ്തതിന്റെ ഭാഗം എന്ന് പറയുന്നത് 2023 ഡൽഹിയിലെ, അതായത് സാമ്പത്തിക വരവ് ചിലവ് കണക്കുകളുടെ പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുറത്തുവിട്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ എഴുതിയ ട്വീറ്റാണ്. എന്തായിരുന്നു ട്വീറ്റ്? അതായത് ഡൽഹിയിലെ പ്രതിശീർഷ വരുമാനം, അതായത് 4,84,000 രൂപയിൽ നിന്ന് 8,68,000 രൂപയിലേക്ക് മാറിയ ഒരു സർക്കാരിന്റെ തലവനാണ് അരവിന്ദ് കെജ്രിവാൾ. അങ്ങനെ ഒരു മനുഷ്യന് 100 കോടി രൂപയുടെ അഴിമതിപ്പണം അല്ലെങ്കിൽ അഴിമതി നടത്തി ഒരു തെരഞ്ഞെടുപ്പിൽ ഫണ്ട് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമല്ലേ? ഇത്തരം അസംബന്ധം ശ്രീ എസ് ജയസൂര്യൻ ഇവിടെ